നമസ്കാരം. ക്രൗഡ് പുള്ളറായ നേതാവ് കെ സുധാകരൻ അംഗത്തിനിറങ്ങിയതോടെ കണ്ണൂരിലെ അംഗം ടോപ്പ് ഗിയറിലാണ്. അട്ടിമറി ലക്ഷ്യമിട്ടുകൊണ്ട് എം വി ജയരാജനെത്തുന്നു. പരമാവധി വോട്ട് സമാഹരിച്ച് കോൺഗ്രസിനെ തറപറ്റിക്കുവാൻ സുധാകരൻ്റെ വലം കൈയായിരുന്ന NDAയുടെ സ്ഥാനാർത്ഥി C. രഘുനാഥിൻ്റെ രംഗത്ത്. നിർണായകമാകുക 3 ലക്ഷം മുസ്ലിം വോട്ടുകളാണ്. അംഗം കടുത്തുവെങ്കിലും സുധാകരൻ ജയിച്ചു കയറുമെന്ന് സർവേകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കണ്ണൂരിൽ പോരാട്ടത്തിൻ്റെ ചൂട് എന്ന് പറയപ്പെടുന്നത് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. കരുത്തന്മാരുടെ പോരാട്ടത്തിനാണ് ഇപ്രാവശ്യം കണ്ണൂർ വേദിയാകുന്നത്. രാഷ്ട്രീയം തിളച്ചുമറിയുന്ന മണ്ണിൽ വിജയം അഭിമാന പ്രശ്നമാണ്. ഇവിടെ ഇടത് വലത് മുന്നണികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടമുള്ള കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങളേറെയും അത്തരത്തിലുള്ള മണ്ണാണെങ്കിൽ കൂടിയും ലോക്സഭാ മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഒരു ചുവട് മുന്നിൽ UDF തന്നെയാണ്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ കൊണ്ടും കൊടുത്തും വളർന്ന 2 നേതാക്കൾ തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം എന്നത് പോരിന് വീര്യം കൂട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. KPCCയുടെ പ്രസിഡന്റ് കെ സുധാകരൻ UDFനായും CPMൻ്റെ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ LDFനായിട്ടും BJPയുടെ ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള C. രഘുനാഥ് NDAക്കായിട്ടും അവിടെ കളത്തിലുണ്ട് എന്നുള്ളതാണ്. കണ്ണൂരിൽ ഏറ്റവും ക്രൗഡ് പുള്ളറായ നേതാവ് കെ സുധാകരൻ അദ്ദേഹം അംഗത്തിനിറങ്ങിയതോടെ കോൺഗ്രസ് പ്രവർത്തകർ വർദ്ധിത വീര്യത്തോടെ പ്രചാരണത്തിലെത്തി എന്നുള്ളതാണ്. 2019 50.3% വോട്ട് നേടിയാണ് PK ശ്രീമതിയെ തോൽപ്പിച്ച് സുധാകരൻ ലോക്സഭയിലേക്ക് എത്തുന്നത്. 5.29 ലക്ഷം വോട്ടായിരുന്നു അന്ന് സുധാകരൻ നേടിയത്. അന്നത്തെക്കാൾ വിജയ പ്രതീക്ഷയിലാണ് സുധാകരൻ ഇപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. CPMൻ്റെ വമ്പൻ പ്രചാരണത്തെ കെ സുധാകരൻ്റെ നേതാവിൻ്റെ വലുപ്പം കൊണ്ട് പ്രതിരോധിക്കാൻ പരിശ്രമിക്കുകയാണ് UDFും കോൺഗ്രസും. പാനൂരിലെ ബോംബ് സ്ഫോടനം മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ ആകെ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അക്രമ രാഷ്ട്രീയത്തിനെതിരായ വിധിയെഴുത്തുണ്ടാവണമെന്ന് UDF അത് പ്രചാരണത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. നിലനിർത്തുവാനും പിടിച്ചെടുക്കുവാനും ഇരുമുന്നണികളും കച്ചകെട്ടിയിറങ്ങിയ ഇത്തവണ പ്രവചനങ്ങൾക്ക് അതീതമായ മത്സരത്തിനാണ് മണ്ഡലം സാക്ഷിയാകുന്നത്, വേദിയാകുന്നത് എന്ന് പറയേണ്ടി വരും. ഇഞ്ചോടിഞ്ചാണെങ്കിലും മുൻതൂക്കം UDFനാണ് എന്ന് സർവേകൾ വിധിയെഴുതുകയാണ്. തളിപ്പറമ്പും ഇരിക്കൂറും അഴക്കോടും കണ്ണൂർ മട്ടന്നൂർ ധർമ്മടം പേരാവൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഇവയെല്ലാം കൂടി ചേരുന്നതാണ് കണ്ണൂർ എന്ന് പറയപ്പെടുന്ന മണ്ഡലം. നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്തുമ്പോൾ ഇരിക്കൂർ പേരാവൂർ ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും LDFൻ്റെ മേൽനോട്ടത്തിലാണെന്ന് പറയേണ്ടി വരും. ഈ മേധാവിത്വം LDFന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല കേട്ടോ. ജയിച്ചാൽ താൻ BJPയിലേക്ക് പോവില്ലെന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകുന്നതെന്ന് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ MV ജയരാജൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുവഴി മണ്ഡലത്തിൽ കാലാകാലങ്ങളായി കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തന പദ്ധതി അത് LDF ആസൂത്രണം ചെയ്തിരിക്കുന്നു, അതിൽ വിജയിക്കുന്നു എന്നതാണ്. ഇത്തവണ മത്സരിക്കാതെ മാറി നിൽക്കുമെന്നായിരുന്നു കെ സുധാകരൻ പറഞ്ഞത്. എങ്കിലും വേറെ ആര് എന്ന ചോദ്യത്തിന് കോൺഗ്രസിന് ഒരേ ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കെ സുധാകരനാണ്. 50 വർഷത്തെ കോൺഗ്രസ് പ്രവർത്തനത്തിന് ശേഷം പാർട്ടി വിട്ട C. രഘുനാഥ് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അതിലും വലിയ പ്രതീക്ഷയോടെയാണ് CPMും വീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം ലക്ഷ്യമിട്ടാണ് UDFൻ്റെ പ്രചാരണം. വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ജനവികാരം ഉണർത്തുന്നതിനുള്ള ശ്രമമാണ് UDF നടത്തുന്നത്. സുധാകരൻ്റെ വിവാദ പ്രസംഗങ്ങളെ എടുത്തുകാട്ടിയും BJPയിലേക്ക് പോകേണ്ടി വന്നാൽ പോകുമെന്ന കെ സുധാകരൻ്റെ പ്രസ്താവനയുമാണ് LDF പ്രചരണത്തിന് ഉടനീളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് വിശ്വസ്തനായിരുന്ന NDA സ്ഥാനാർത്ഥി C. രഘുനാഥിനെ പോലെ സുധാകരനും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJPയിലേക്ക് ചേരുമെന്നുള്ള പ്രചാരണത്തിനാണ് ഇവിടെ CPM ഊന്നൽ നൽകുന്നത്. മോദി ഇഫക്റ്റ് വോട്ടാക്കി മാറ്റുവാനും UDFിലെ അസംതൃപ്ത വോട്ടുകൾ ലക്ഷ്യമിട്ടുമാണ് മുൻ കോൺഗ്രസ് നേതാവായി കൂടിയായിട്ടുള്ള NDAയുടെ സ്ഥാനാർത്ഥി C. രഘുനാഥിൻ്റെ നീക്കങ്ങൾ നടക്കുന്നത് എന്നതാണ്. 2019 കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ NDAക്ക് ലഭിച്ചത് 6.5% വോട്ടാണ്. V. മുരളീധരൻ, PK കൃഷ്ണദാസ്, CK പത്മനാഭൻ തുടങ്ങിയ ഉന്നതരായിട്ടുള്ള നേതാക്കൾ കണ്ണൂർ ജില്ലയിൽ പാർട്ടിക്കുണ്ടെങ്കിൽ കൂടിയും മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കണ്ണൂരിൽ BJP ദുർബലമാണ് എന്ന് തന്നെയാണ് തിരഞ്ഞെടുപ്പ് ചരിത്രം വ്യക്തമാക്കുന്നത്. വോട്ടു ചോർച്ച തടയുവാനുള്ള ശ്രമങ്ങൾക്ക് സ്ഥാനാർത്ഥി C. രഘുനാഥ് തന്നെയാണ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ കെ സുധാകരൻ്റെ വലം കൈയായി പ്രവർത്തിച്ച ആളാണ് ഈ C. രഘുനാഥ്. ഇത് UDF ഉണ്ടാക്കുന്ന തലവേദന ചില്ലറയല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന് പുറമെ പരസ്യ പിന്തുണയുമായി SDPI കൂടി എത്തിയതോടെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിലാകുമെന്നുള്ള പ്രതീക്ഷ UDFനുണ്ട് താനും. 3 ലക്ഷത്തോളം വരുന്ന മുസ്ലിം വോട്ടുകൾ ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്നത് ശ്രദ്ധേയമാണ്. മുസ്ലിം വോട്ടർമാർ 26.4%, ക്രിസ്ത്യൻ വോട്ടർമാർ 12%, ഹിന്ദു വോട്ടർമാർ 61.6%. ഇതാണ് കണക്ക് കണ്ണൂരിൻ്റെത്. ജില്ലാ സെക്രട്ടറി തന്നെ മത്സരത്തിനിറങ്ങിയ സാഹചര്യത്തിൽ CPM പാർട്ടി സംവിധാനം ഏറ്റവും ശക്തമായി വിനിയോഗിച്ചാണ് ഇവിടെ പ്രചാരണ രംഗത്ത് നിലകൊള്ളുന്നത്. CPM ഇത്തരം ഘടകങ്ങൾ മറികടന്ന് വേണം കെ സുധാകരൻ MP സ്ഥാനം നിലനിർത്തുവാൻ.
കൊണ്ടും കൊടുത്തും മുന്നണികൾ മുന്നേറുമ്പോൾ കണ്ണൂരിൽ പോരാട്ടത്തിൻ്റെ ചൂട് ഉയരുകയാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം കെ സുധാകരൻ പലവട്ടം പറഞ്ഞതാണ് ഇനിയൊരു പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക്, ഒരു തിരഞ്ഞെടുപ്പിലേക്ക് താൻ ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണ് കേരള രാഷ്ട്രീയത്തിലായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കേരള രാഷ്ട്രീയത്തിലെത്തുകയും കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നത് സ്വപ്നം കണ്ടു നടന്ന കെ സുധാകരനെ വീണ്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് കോൺഗ്രസ്. വിജയിച്ചാലും പരാജയപ്പെട്ടാലും കെ സുധാകരൻ എന്ന നേതാവിന് നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത നാടാണ് ഈ കണ്ണൂർ എന്ന് പറയപ്പെടുന്നത്. അവിടെ കൊണ്ടും കൊടുത്തും വളർന്ന ഒരു പാരമ്പര്യത്തിൻ്റെ നാടാണ് കെ സുധാകരന് കണ്ണൂർ എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് എം വി ജയരാജനും കണ്ണൂർ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ എം വി ജയരാജനും കെ സുധാകരനും കൊമ്പ് കോർക്കുമ്പോൾ ആര് വീഴും ആര് വാഴും എന്നുള്ളത് ശ്രദ്ധേയമാകുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ എന്ന് പറയപ്പെടുന്നത്. കണ്ണൂരിലെ കെ സുധാകരൻ എം പിയുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തേണ്ടത് കോൺഗ്രസിൻ്റെ അനിവാര്യതയാണ്. ഓരോ സീറ്റും വിലപ്പെട്ടതാണ് എന്ന് അറിയുന്ന ഈ കാലഘട്ടത്തിൽ സുധാകരൻ ഈ സീറ്റ് നഷ്ടപ്പെടുത്തുവാൻ കഴിയില്ല. ഒപ്പം തന്നെ മുസ്ലിങ്ങളുടെ 26.8% വരുന്ന മുസ്ലിങ്ങളുടെ അധിക വോട്ട്, 3 ലക്ഷത്തിലധികം വരുന്ന വോട്ടുകൾ നേടിയെടുക്കുന്നവർ വിജയം കൊയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, അവരുടെ വോട്ടുകൾ ചായുകയോ ചരിയുകയോ ചെയ്യുകയാണെങ്കിൽ അത് സുധാകരന് വലിയ ദോഷം സംഭവിക്കുകയും ചെയ്യും. പകരം മുസ്ലിങ്ങളുടെ വോട്ട് ഏകീകരിക്കപ്പെടുകയാണെങ്കിൽ, ക്രോഡീകരിക്കപ്പെടുകയാണെങ്കിൽ സുധാകരൻ തന്നെ കണ്ണൂരിൻ്റെ എം പിയായി മാറുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല.